വയനാട് പനമരത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞു കിടക്കുന്നു. മറിച്ചിടാൻ ശ്രമിച്ച തെങ്ങ് വൈദ്യുത ലൈനിൽ വീണാണ് അപകടം ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത് മറ്റു വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ്. ഇവിടെ ആ തെങ്ങ് കുത്തിമറിച്ചിടാൻ ശ്രമിച്ച ആ തെങ്ങാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ജയരാജ് എന്ന ആളുടെ വീടാണ്. ഈ അമ്മാനി നീർവാരം എന്ന് പറയുന്ന പ്രദേശത്തിനടുത്ത് അമ്മാനി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവിടെയാണ് കാട്ടാനകൾ എത്തിയത്. ഈ കാട്ടാനകളിൽ ഒന്ന് നേരെ ഇലക്ട്രിക് ലൈൻ, അത് തെങ്ങ് കുത്തിമറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെ ഇലക്ട്രിക് ലൈൻ അത് പൊട്ടി വീണാൻ ഷോക്കേറ്റതെന്നാണ് കരുതുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് ആനയെ ഉയർത്തി മറ്റ് ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്താനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനം ആയിരിക്കുന്നത്. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. എന്തായാലും നാട്ടുകാരോട് തന്നെ ചോദിക്കാം, എന്തായിട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ചെക്കട്ട മുതൽ ഈ ദാസനക്കര മുതൽ ചെക്കോട്ട വരെയുള്ള പെൻഷൻ നികത്തിയിട്ട് രണ്ടാമത് സോളാറിൻ്റെ റെയിൽവേ പെൻഷൻ ഇടാൻ പറഞ്ഞിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. ഇടാത്തത് കൊണ്ടാണ് ആന നിരന്തരമായി എല്ലാം കൂട്ടം വരുന്നത്. അത് എത്രയും പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ആന ശല്യം ഏകദേശം കുറയും. ഇപ്പോഴുണ്ടോ? ഇപ്പോഴുണ്ടെന്ന് പറഞ്ഞാൽ ഇത് പ്രശ്നം തുടങ്ങിയിട്ട് ഒരു 10-12 വർഷമായി. ഇത് ഇവിടുത്തെ DFO മുതൽ എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഇതിൽ വന്നിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ സംഭവിച്ചത് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. ഇന്നലെ ഞാൻ വരുമ്പോഴാണ് ആന ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അവിടെയായിരുന്നു കുറച്ച് കഴിയുമ്പോൾ രാവിലെയാണ് വിളിച്ചു പറയുന്നത്. ആൾക്കാർ പറയുന്നത് ആന ഇവിടെ ചെരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ സ്ഥിരം വരുന്ന ആനയാണ് ഇത്. ഇതിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നതാണ്, എന്നും വരുന്നവരാണ്. അതിൻ്റെ മുന്നേ കുറച്ച് മുമ്പ് തന്നെ അപ്പുറത്തും ഒരു 4-5 എണ്ണം പോയി എന്ന് പറഞ്ഞതാണ്. ഇന്ന് രാവിലെയാണ് മണ്ഡല ഏരിയ കൂടെ തന്നെ ഒരു 4-5 എണ്ണം കടന്നു പോയത്. ഈ പരിസരത്തുണ്ടായിരുന്ന ആനയാണ്. മാത്തൂർ സൈഡിൽ കൂടെ കിടക്കുന്ന ആനയാണ്. ഇതിലാണ് പാസ് ചെയ്യുന്നത്, എന്നും പാസ് ചെയ്യുന്നതിൽ കൂടെ തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആന നമുക്ക് കാണാം, ഒരു കാപ്പിത്തോട്ടമാണ്. ആ കാപ്പിത്തോട്ടത്തിനകത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രാവിലെ വീട്ടുകാർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ രാവിലെ കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ട് ഇല്ലാത്തതിനെ തുടർന്ന് പിന്നീട് പരിശോധന നടത്തിയപ്പോഴാണ് തൊട്ടടുത്ത് വീടിൻ്റെ ഏതാണ്ട് തൊട്ട് താഴെയായി ഉള്ള സ്ഥലത്താണ് ഇങ്ങനെ ഒരു കൊമ്പനാന ഇങ്ങനെ കാലും കുത്തി നിൽക്കുന്നതിൽ കണ്ടെത്തിയത്. പിന്നീട് നോക്കിയപ്പോൾ അത് ചരിഞ്ഞ നിലയിലാണ് എന്ന് മനസ്സിലായി. തൊട്ടടുത്തുള്ള തെങ്ങ് കുത്തിമറിച്ചിടാൻ ശ്രമിച്ചു. ആ കുത്തിമറിച്ചിടാൻ ശ്രമിച്ച ഇതിൻ്റെ ഭാഗമായി ഇവിടെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഷോക്കേറ്റതാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്തിമ സ്ഥിരീകരണം. നേരത്തെയും ഇവിടെ വലിയ അളവിൽ കാട്ടാനയുടെ ശല്യമുണ്ട്. എപ്പോഴും സ്ഥിരമായി ഇറങ്ങുന്ന പ്രദേശമാണ് ഈ പനമരം, ഈ അമ്മാനി ഉൾപ്പെടെയുള്ള പാറവയലടക്കമുള്ള ഇത്തരം പ്രദേശം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു, തുടർ നടപടികൾ ഉണ്ടാക്കുന്നു. ഇവിടെ നിന്നും ആനയുടെ ജഡം മാറ്റിയ ശേഷം അമ്മാനി ഫോറസ്റ്റിൽ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. SK. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് പനമരത്ത് നിന്നും ഈ കാര്യം നേരിട്ട് റിപ്പോർട്ട് ചെയ്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.